വിളിച്ച റിബിൻ വാടോ. അത് ലീസ. ഓക്കെ സാർ തീർച്ചയായും. താങ്കൾ ഷോർട്ടായിട്ട് ഈ ഒരു കഥ കൊണ്ട് പറഞ്ഞു, നമുക്ക് ബാക്കി വർക്കൗട്ട് ചെയ്യാം. ഇല്ല, വളരെ വളരെ പെട്ടെന്ന് തന്നെ ചുരുങ്ങി ഞാൻ സാറിനോട് ഇതിൻ്റെ ഞാൻ പറയും. ഈ കഥ നടക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലെ ഒരു കൊച്ചൊരു ഗ്രാമം. ആ ഗ്രാമത്തിലാണ് നമ്മുടെ നായിക വളർന്നു വരുന്നത്. വളർച്ചയുടെ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിലുണ്ടായിരിക്കും. സ്വപ്നങ്ങൾ പലതും സാക്ഷാത്കരിക്കാൻ കഴിയാതെ ജീവിതത്തിലെ ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോയി തൻ്റെ സ്വപ്നങ്ങൾ പലതും പൂർത്തിയാക്കുന്നത്. ടിപ്പിക്കൽ മലയാളി. തീർച്ചയായിട്ടും ഒരു ടിപ്പിക്കൽ മലയാളി എന്ന് പറയാം. അവൻ്റെ ജീവിതമാണ് കുറച്ച് നേരം നമ്മളത് കാണിക്കുന്നു. അതിൻ്റെ ആദ്യ സമയത്തല്ല അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടത്. അവൻ വിവാഹിതയാവാൻ പോകുന്നത് ആ ഒരു നിമിഷമാണ് പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന സിറ്റുവേഷൻ. അവൻ വിവാഹിതയാകുമ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി കൊച്ചിയിൽ നിന്ന് വരുന്ന ഒരു സുന്ദരനായൊരു ചെറുപ്പക്കാരൻ. സുബുഹ് എന്ന് പറയുമ്പോൾ ഇവരുടെ സ്വപ്നത്തിന് യോജിച്ച വണ്ണമാണെന്ന് അറിയത്തില്ല. പക്ഷെ ഇച്ചിരി കുരുത്തക്കേടും വരുവാനിയുള്ള ഒരു ടിപ്പിക്കൽ മലയാളം സാറിൻ്റെ ഭാഷയെക്കാരന്. അലമ്പ് തന്നെ പക്കാലമ്പല്ലേ? അത്രത്തോളം ഇല്ല സാർ, അത്രത്തോളം ഒന്നുമില്ല. പക്ഷെ ആളുടെ സ്വപ്നങ്ങളെല്ലാം പഠനവുമായി ബന്ധപ്പെട്ടതെങ്കിലും ഒരുപാട് ആഗ്രഹങ്ങൾ തനിക്കും ഉണ്ടായി. എൻ്റെ ആഗ്രഹങ്ങൾ പലതും പൂർത്തിയാക്കാൻ വരാൻ വീട്ടുന്ന രണ്ട് വ്യക്തിയോടൊന്നാണ് വഴി മഹിളയാണ് ഭാര്യൻ നാരി. ഓക്കെ, അതിനുശേഷം ഇവിടെ ലൈഫിനെ കുറിച്ച് നമുക്ക് കുറച്ച് പഠിക്കുക. ലൈഫിൻ്റെ കാര്യങ്ങളെല്ലാം ജീവിതത്തിലെ മുന്നോട്ട് പോകാനുള്ള സിറ്റുവേഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധാ മലയാളി പോലെ തന്നെ ഒരു ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതാണല്ലോ യഥാർത്ഥമായ ജീവിതം എന്ന് പറയുന്നത്. ഇതുപോലെ രണ്ടറ്റങ്ങൾ കൂട്ടി യോജിപ്പിക്കുന്നു ഒരു മലയാളി. എക്സാക്ട്ലി സാറ് പറഞ്ഞ തന്നെ ഇമ്മാനുവൽ എന്ന ഒരു ക്യാരക്ടറിനോട് കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വ്യക്തിയാണ്. ഒരു വിവാഹം കഴിയുന്നു, വിവാഹത്തിന് ശേഷം ജീവിതം മുമ്പോട്ട് പോകുന്നു, പല സ്ഥലങ്ങളിൽ പോകുന്നു, പല ഇടകളിൽ പോകുന്നു, പിന്നീടുണ്ടാകുന്നു. ആ ഒരു സിറ്റുവേഷൻ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ കഴിഞ്ഞ് അവസാനം അവിടെയും പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഒന്ന് തീരുമ്പോൾ ഒന്നൊന്നൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഏറ്റവും അവസാനം സക്സസ്സിലെത്തുന്ന ഒരു ഫാമിലി ത്രില്ലറാണ് സത്യം പറഞ്ഞ എൻ്റെ കഥ എന്ന് പറയുന്നത്. ഇതൊരു ഫൈറ്റ് സീൻ ഉണ്ടോ? അയ്യോ തോന്നുന്നില്ല, കത്തോറുണ്ട് ചെറിയ ചെറിയ കണ്ണ് നിറയിപ്പിക്കുന്ന സംഭവം സങ്കടം ഉണ്ടോന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സങ്കടവും ചില കണ്ണുനീര് അറിയിക്കുന്ന ചില എനിക്കുണ്ടായിട്ട് സന്തോഷം എന്നുള്ള അൾട്ടിമേറ്റ്. ഇതിന് എൻ്റെ നമ്മുടെ പണ്ടത്തെ സിനിമയിലെ സാറെ ഏറ്റവും അവസാനം ശുഭമെന്ന് എഴുതി. ഇതുപോലെ തന്നെ ഏറ്റവും ഇന്ത്യ നമ്മൾ കൊണ്ടുവന്നിട്ടുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ടെൻഡൻസി ഇല്ല. താങ്ക് യു സാർ. തീർച്ചയായിട്ടും സാറിനോട് കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാറിനോട് കൂടെ ഈ ഒരു പ്രൊജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആഗ്രഹിക്കും. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം നടത്തിയ വഴിയും അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഈ ഒരു ലൈഫിൽ. 10 വർഷം പിൻപിടുമ്പോൾ ഇന്ന് ഈ പറയപ്പെട്ട കഥ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ കഥയാണ്, എൻ്റെ കുടുംബത്തിൻ്റെ കഥയാണ്. 10 വർഷം ദൈവം തന്ന എല്ലാ നന്മകൾക്കും നന്ദിയോടെ സ്നേഹപൂർവ്വം